വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ. അതിൻ്റെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ടെസ്റ്റ് കഴിഞ്ഞ വർഷത്തിൻ്റെ അതിന് മുമ്പേ വർഷമായിരുന്നു മാറിയത്. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയുമോ നിങ്ങൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ എന്തുവാണ് എന്നൊന്നറിയാൻ വേണ്ടി കേട്ടോ. നമ്മൾ അതിൻ്റെ എല്ലാ കണക്കുകളും ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ 2 വർഷമായല്ലോ, ഇനി അത് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കാണാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പാരലൽ ലൈൻ എന്നാണ്. അതായത് സമാന്തര വരകൾ. എന്താണ് ഈ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ വെച്ചാൽ? നമുക്ക് ലൈൻ എന്താണെന്നറിയാം അല്ലേ. ഒന്നുകിൽ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനല്ലേ നമ്മൾ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അത് മേപ്പോട്ടോ താപ്പോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇനി ആ വര ഇത് കണ്ടല്ലോ, ഇതൊരു ലൈനാണ്, അത് നമുക്കറിയാം. ഇനി ഇത് നോക്കുന്നില്ല, നമ്മൾ ഈ സ്കെയിലിൻ്റെ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ കണ്ട ഇത് ഇത്രയും വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ ഇപ്പുറത്തെ വശം, ഈ ഇപ്പുറത്തെ സൈഡ് നല്ലപോലെ മനസ്സിലാക്കണേ. ഇപ്പുറത്തെ വശത്ത് വെച്ചിട്ട് ഞാൻ നേരെ അതേ ഇതിൽ ഇങ്ങനെ ഒരെണ്ണം വരച്ചു. കണ്ടോ, ഇതേ ഒരെണ്ണം വരച്ചു. കണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഇതിനിടയിലുള്ള ഈ ഗ്യാപ്പ്, ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, കണ്ടോ, ഇവിടെ ഇത്രയും വരുന്ന സെൻറ്റിമീറ്റർ എല്ലാം ഒരേപോലെ ആയിരിക്കത്തില്ലേ? ഇല്ലയോ? ഇവിടെ എല്ലാം ഒരേപോലെ ആയിരിക്കത്തില്ലയോ വരുന്നത്? ഇതിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം അല്ലേ. ഇത് സ്കെയിലിന് എത്ര നീളമുണ്ടോ അങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം. പക്ഷേ ഇതിനിടയിലെ ഗ്യാപ്പ് നമ്മൾ നോക്കി, ഈ സ്കെയിൽ വെച്ചിട്ട് ഞാൻ വരച്ചപ്പോൾ കണ്ടോ, അത് ഒരേപോലെയല്ലേ അതിന് അകത്ത് വരുന്നത്. അതായത് നമ്മളിങ്ങനെ സെൻറ്റിമീറ്റർ വെച്ച് എടുക്കുമ്പോൾ നോക്കിയേ 3 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 3 സെൻറ്റിമീറ്റർ. അതിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ട് വെച്ചാലും എന്താവും നിങ്ങളെ 3 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ അകത്ത്, അതായത് ഇതിൻ്റെ ഇടയിലില്ലേ, ഈ ഇടയിൽ ഒരേ രീതിയിലല്ലേ വന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ വരയെ നമ്മൾ എന്ത് പറയാം? പാരലൽ ലൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയാം. ഇപ്പോൾ പിടികിട്ടിയോ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ? നമ്മൾ ഈ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ റെയിൽവേ ട്രാക്ക് കണ്ടിട്ടുണ്ടോ, ട്രെയിൻ പോകുന്നത്? അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ പടം കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഒരേപോലെ ആയിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകത്തില്ലേ? അപ്പോൾ നോക്കി, ഇതും എന്താണ്, ഈ നീളമല്ല കുഞ്ഞുങ്ങളെ എടുക്കേണ്ടത് കേട്ടോ. ഇതിനിടയിൽ കണ്ടോ, ഇതിനിടയിൽ വരുന്ന ഇത് നോക്കണം കേട്ടോ. അത് ഒരേപോലെ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇതും 2 ലൈനല്ലേ? നോക്കി, ഇത് 2 ഓരോ ലൈനല്ലേ? പക്ഷേ ഇതൊരു പാരലൽ ലൈനാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ? നോക്കിക്കേ, ഇവിടുത്തെ വീതിയാണോ ഇവിടുത്തെ വീതി ആണോ? അല്ല. ഇവിടുത്തെ വീതിയാണോ? അല്ല. കണ്ടോ, ഇവിടെ എല്ലാം എന്താണ്, കൂടിക്കൊണ്ടേയിരിക്കുക, ഇവിടെ കുറഞ്ഞോണ്ട് ഇത് ഇങ്ങനെ പോയി ചെല്ലുമ്പോൾ എന്താണ്, ഇതും ഇങ്ങനെ ചെന്ന് ഇവിടെ വരുമ്പോൾ ഇത് കൂട്ടിമുട്ടും അല്ലേ. കുറേ ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് കൂട്ടിമുട്ടും. അപ്പോൾ ഇതെന്താണ്, ഒരു പാരലൽ ലൈൻ അല്ല, അതായത് ഒരു സമാന്തര വരയല്ല. പിടികിട്ടിയല്ലോ? അപ്പോൾ എന്താണ് സമാന്തര വരകൾ അല്ലെങ്കിൽ ലൈൻ എന്നാൽ എന്ത്? ഇത്രയേ ഉള്ളൂ. ഈ 2 ലൈനുകളുടെ കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം ഒരേപോലെ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും നിങ്ങളെ? പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്നാൽ എന്ത്? നമ്മൾ ഓടിച്ചിട്ട് അങ്ങ് പോവുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട പഠിക്കാൻ പോകുന്നത് നോക്കണേ നിങ്ങളെ. ഇവിടെ ഞാൻ ഒരു ലൈൻ വരച്ചു, നല്ലപോലെ നോക്കണേ. ഇവിടെ ഒരു ലൈൻ വരച്ചു, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു ലൈൻ വരച്ചു. ഈ ലൈന് നോക്കിക്കേ, ഇതിനെ പ്രത്യേകിച്ച് ഞാൻ എന്താണെന്നൊന്നും പറയുന്നത്, ഇതൊരു ലൈനാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഞാനൊരു പോയിന്റ് കൊടുക്കുക. കണ്ടല്ലോ, ഇതിനിടയിൽ ഞാനൊരു പോയിന്റ് കൊടുക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ മൊത്തം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രൊട്രാക്ടറിൻ്റെ മെഷർ ഉണ്ടല്ലോ ഞങ്ങളെ, അത് ഓർത്ത് വെച്ചേക്കണം. ഇത് 180 ആണ് കേട്ടോ, 180 ആണ്. മനസ്സിലാക്കണേ. ഇത് ഞാനൊരു ലൈൻ വരച്ചു, ലൈനിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഡോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊത്തം മെഷർ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അതായത് ഞാനിപ്പോൾ അതിനകത്ത് ലീനിയർ പെയർ പഠിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഞാനിത് പറഞ്ഞത്. രേഖീയ ജോഡി എന്നാൽ എന്താണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്നാൽ എന്ത്? അതിനാണ് ഈ പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഓർമ്മ വരുമല്ലോ. ഇൻസ്ട്രോം ബോക്സിനകത്തിൽ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ മേടിച്ച് തരും. 2-3 ദിവസത്തേക്ക് പെൻസിലും സ്കെയിലും ഒക്കെ കാണും അല്ലേ? സത്യമല്ലേ? 4ൻ്റെ അന്ന് ആദ്യം പോകുന്നത് പെൻസില്, അത് കഴിഞ്ഞ് സ്കെയില് പോകുന്നു, അത് കഴിഞ്ഞ് കോമ്പസ് പോകുന്നു ഇല്ലേ? പോകാതെ കിടക്കുന്നതിനകത്തിൽ ആ ഡിവൈഡറും കാണും, സെറ്റ് സ്ക്വയറും കാണും. ബാക്കിയുള്ളത് മൊത്തം 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ബോക്സിൽ നിന്നും അപ്രത്യക്ഷമാവും അല്ലേ? സത്യം
ആദ്യമല്ലേ സ്കെയിലല്ലേ ആദ്യം പോകുന്നത് അതോ പെൻസിലാണോ? കമൻറ്റ് ചെയ്യണം നിങ്ങളെ, എന്താണ് ആദ്യം പോകുന്നത് കേട്ടോ. അപ്പം എന്താ എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെ, ഞങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഒരു ഇൻസ്ട്രോം ബോക്സ് ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് തന്നെ കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്ട്രോം ബോക്സ് ഇല്ല എന്ന് പറയുമ്പോഴേ പിറ്റേത് റെഡി ഇല്ലയോ. അപ്പോൾ ഇതേ ഉള്ളൂ നിങ്ങളെ. അപ്പം ഇവിടെ നമുക്ക് എന്താ പ്രൊട്രാക്ടർ ഓർത്ത് വെച്ചേക്കണം പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിനകത്തിൽ ഞാൻ നിങ്ങൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആംഗിളായിരുന്നു, ഓർമ്മയുണ്ടോ? ആംഗിളാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ, ഇപ്പം എന്തിനാ അത് പറയുന്നതെന്നല്ലേ, ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുക, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും അല്ലേ. അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂന കോൺ എന്ന് പറയും, ന്യൂന കോൺ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി നേരെ ഇരിക്കുന്നതിന് ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. 90 ഡിഗ്രി ആണെങ്കിൽ അതിന് റൈറ്റ് ആംഗിൾ എന്ന് പറയും അല്ലേ. ഇനി അത് കുറച്ചുകൂടി അതിനപ്പുറം, റൈറ്റ് ആംഗിളിന് അപ്പുറത്ത് അല്ലേ, കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും കേട്ടോ. ഒബ്റ്റ്യൂസ് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ന്യൂനകോണ്, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ മട്ടകോണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ബൃഹത് കോണ്. ഇതൊക്കെ ഞാൻ വെക്കേഷൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇതിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, 1, 2, 3, 4, 10. അത് കണ്ടവർക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ മാത്സിൻ്റെ ബേസാണ് ഇട്ടേക്കുന്നത്. അതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് എളുപ്പമായിരിക്കും കേട്ടോ, എനിക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള ആംഗിളുകളെ കുറിച്ചൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ പുതിയ പുസ്തകം നമ്മൾ പഠിച്ചിട്ടാണ് 7ാം ക്ലാസ്സിലോട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തിൽ ഞാനിപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു ആംഗിൾ തന്നിരിക്കുക, മനസ്സിലാക്കി വെച്ചേക്കണേ. ഞാനിവിടെ ഒരു 50 ഡിഗ്രി തന്നിരിക്കുക, ചുമ്മാ ജസ്റ്റ് ഇരിക്കട്ടെ, ഒരു 50 ഡിഗ്രി ഞാൻ തന്നിരിക്കുക. അപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയോ, എന്താ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചുമ്മാ ഒരു പേര് ഇരിക്കട്ടെ, അവിടുത്തെ ഒരു പേര് കൊടുക്കണമല്ലോ, അതിൻ്റെ പേരെന്താണെന്ന്. അതിന് ഞാൻ എക്സ് എന്നിട്ടെന്നേ ഉള്ളൂ. ഇനി എക്സ് എവിടെ നിന്ന് വന്നു എന്ന് പേടിക്കണ്ട. ഇവിടെ ഒരു ഇതുണ്ടല്ലോ, അതെത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മളോടാ കളി അല്ലേ. നമുക്കറിയാം ഇത് മൊത്തത്തിൽ 180 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പം 10 പേനയുണ്ട് അല്ലേ, അതിൽ 2 എണ്ണം നമുക്കിപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ആണെന്ന് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 10ൽ നിന്നും ആ 2 അങ്ങ് കുറയ്ക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 180 ആണ്, അതായത് 180 ആണെന്ന് നമുക്കറിയാം. ആ 180ൽ നിന്നും എത്ര കുഞ്ഞുങ്ങളെ അവിടെ പോയത്? മൊത്തം 180 ആണ്. അതിൽ നിന്ന് എത്ര പോയി? 50 അങ്ങ് പോയി അല്ലേ. ബാക്കി എത്ര അവിടെ? 130 ഡിഗ്രിയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന അവിടെ എത്ര കുഞ്ഞുങ്ങളെ? 130 ഡിഗ്രിയാണ്. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നു. അല്ല, മനസ്സിലായല്ലോ. ഇതുപോലെ പ്രൊട്രാക്ടർ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണത്തില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വരച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ദാണ്ട് ഇങ്ങനൊരു പടമായിരിക്കും തരുന്നത്, മനസ്സിലായോ. ഇവിടെ നിങ്ങൾക്ക് ഒരു 120 തരികയാണ്. ഇവിടെ എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ ആയിരിക്കും തരുന്നത്. എന്താണ്, 2 വശമുണ്ട്, ലീനിയർ പെയറാണ്. ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടുകയാണ്, കണ്ടോ, കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് തന്നു 120 ആണെങ്കിൽ നമുക്ക്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടറിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ഓർത്തോണം, എന്താ ഇങ്ങനെ ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്നാണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടിയാൽ അത് എത്ര? 180 ആണെന്ന് നമുക്കറിയാം അല്ലേ. അതിൽ എത്ര ആണ് ഇവിടെ തന്നിരിക്കുന്നത്? 120 നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി എത്ര കുഞ്ഞുങ്ങളെ? 60. അപ്പോൾ ഇവിടുത്തെ മെഷർ എത്ര? 60. ഇപ്പോൾ പിടികിട്ടിയോ? എളുപ്പമല്ലേ ലീനിയർ പെയർ. ഇനി അതല്ലേ വേണ്ടാലോ, ഒരെണ്ണോട് വേണോ? and ഇങ്ങനെ തരുക. നോക്കിയേ, നേരെ തന്നിരിക്കുക, നേരെ പെർപെൻഡിക്കുലർ എന്നതിന് പറയുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ, ലംബം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ലൈനുണ്ട്, ആ ലൈനെ മറ്റൊരു ലൈൻ വന്ന് മീറ്റ് ചെയ്തിരിക്കുക അല്ലെ, കൂട്ടിമുട്ടിയിരിക്കുക. അപ്പോൾ ഈ നേരെ തന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? ഇവിടെ ഒരു കട്ട കൊടുക്കും. ഈ കട്ടയുടെ അർത്ഥം എന്തെന്നറിയോ? 90 ആണ് കേട്ടോ. ഇതൊക്കെ ക്ലൂ പഠിച്ച് വെച്ചേക്കണേ. കട്ട കൊടുത്ത അതിൻ്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പം ഇത് എത്രയായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ഒരു വരെ മറ്റൊരു വര വന്ന് മുട്ടിയാൽ 180 ആണ്. ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയാൽ എന്താവും നിങ്ങളെ? അവിടെ 180 ആണ്. അപ്പോൾ ഇവിടെ 90 അങ്ങ് പോയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 90 അല്ലേ. ബാക്കി 90 ആയിരിക്കും. എന്താ? 180ൽ നിന്ന് 90 പോയാൽ ബാക്കി 90. ഇത്രയൊക്കെ ആണല്ലോ. പഠിച്ച് എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. അപ്പോൾ എളുപ്പം നമുക്ക് മാർക്ക് മേടിക്കാം. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും നമ്മൾ എന്താ രേഖീയ ജോഡി അല്ലെങ്കിൽ എന്താ ലീനിയർ പെയറാണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ലൈനെ നമ്മൾ പറഞ്ഞു മറ്റൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടി ആണല്ലോ. ഒരു ലൈനെ നോക്കിക്കേ, മറ്റൊരു ലൈൻ വന്ന് ഇവിടെ വരെ കൂട്ടിമുട്ടി എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിനെ അങ്ങ് താപ്പോട്ട് അങ്ങ് വിട്ടേ. കണ്ട, കൂട്ടിമുട്ടുന്നിട വരെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അതിനെ താപ്പോട്ട് അങ്ങ് വിടണം.
ഇനി നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇത് വെർട്ടിക്കൽ അല്ലേ, ഇതിനെ വെർട്ടിക്കൽ ആംഗിൾ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഞാൻ പറയുകയാണ്, നല്ലപോലെ മനസ്സിലാക്കാൻ എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണിത്. ഇവിടെ ഞാൻ പറയുക 60 ഡിഗ്രി ഉണ്ട്. ബാക്കി നമ്മൾ ഇവിടെ ഈ എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാൻ പെട്ട് എന്താ എളുപ്പമോ നിങ്ങൾ? എന്താണെന്നറിയോ, ഓപ്പോസിറ്റ് സൈഡ് അത് തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്നറിയണേ, ഓപ്പോസിറ്റൊക്കെ അറിയണേ കേട്ടോ. ഏതാ? ഇവിടെ നോക്കുന്നില്ല, നമ്മൾ പഠിച്ചു ഇവിടെ 60 ആണെങ്കിൽ ഒരു ലൈന് മറ്റൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടി അല്ലേ, കൂട്ടിമുട്ടിയപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 180യിൽ നിന്നും 60 അങ്ങ് കുറച്ചാൽ ബാക്കി 120 ആയിരിക്കും. ഇവിടെ എത്ര? അപ്പം 120 ഡിഗ്രി. അത് നമുക്ക് കിട്ടി, ഇവിടെയും കിട്ടി. ഇനി വൈ എത്ര? ഓപ്പോസിറ്റ് സൈഡ് അത് തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇവിടെ. അപ്പോൾ ഇവിടെ എത്ര? 60 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇവിടെ. അപ്പോൾ ഇവിടെ എത്ര? 120 ഡിഗ്രി. എങ്ങനെയുണ്ട്? ഒരെണ്ണം തന്നാൽ മതി, ബാക്കിയുള്ള എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇങ്ങനൊരു വര കേട്ടോ, അതിനെ ഇങ്ങനെ വരച്ചേക്കുകയാണ്, കണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടെ തരികയാണ്, നമുക്ക് ഒരു 80 ഡിഗ്രി ഇവിടെ തന്നിരിക്കുക. ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ 80ൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇതാണോ? അവിടെ കൺഫ്യൂഷൻ അടിക്കല്ലേ. ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിക്കറിയാണ് ഇതാ ഓപ്പോസിറ്റ്, അതല്ല കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പോൾ അത് സെയിം ആണെന്ന് നമുക്കറിയാം, 80. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 80. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വരയെ മറ്റൊരു വര വന്ന് മീറ്റ് ചെയ്താൽ എന്താ? അവിടെ 180 ആണ്. അപ്പോൾ ഇവിടെ 80 ആകുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 100 അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180. നീ നോക്കിയേ, 100. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര? 100. ഓപ്പോസിറ്റ് അത് തന്നെ ആയിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇതേലെ ടെസ്റ്റിൽ കുറേ ചോദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഇതിൻ്റെ ഒരു തിയറമൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ ആ ബോക്സിൽ തന്നിട്ടുണ്ട്. അതായത് സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുന്നത് ഒരേ അളവുള്ള കോണുകളിലാണ് അല്ലേ. എഴുതി തരണോ നിങ്ങൾ? നിങ്ങളുടെ എല്ലാം ടെസ്റ്റിൽ കിടപ്പുണ്ട്. 2 പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് അറ്റ് ആംഗിൾ ഓഫ് ഈക്വൽ മെഷർ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇനി ഞാൻ എഴുതണ്ടല്ലോ കേട്ടോ, വേണോ? 2 നോക്കിയേ, ടെസ്റ്റിലുണ്ടോ? 2 പാരലൽ ലൈൻസ് വേണം, ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. നോക്കി നിങ്ങൾ, 2 പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റ് അറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ മെഷർ. സമാന്തരമായ 2 വരകൾ. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, സമാന്തരം എന്ന് വെച്ചാൽ നോക്കിയാൽ ഇങ്ങനെ ഈ 2 വരകൾ സമാന്തരമായ പാരലൽ ലൈൻ നമ്മൾ പഠിച്ചതാ, 2 വരകൾ അല്ലേ. ആ 2 വരകളെ എന്താണ്? മറ്റൊരു വര നോക്കിയേ മുറിച്ചു പോയി. സമാന്തരമായ 2 വരകളെ മറ്റൊരു വര മുറിച്ചു കടന്നു. ഈ ഒരേ അളവുള്ള കോണുകളായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാൻ പറയുകയാണ്, ഇവിടെ 30 ആണ് കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇനി ഇവിടെ അതിൻ്റെ തൊട്ട് താഴത്തേതാണ്ട് ഇത് ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ട്, അതിനിപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇതെന്താ? ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 30 ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണേ, അവിടെ 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിയാൽ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെയും 30 ആയിരിക്കും. നോക്കണേ, ഒരിടത്ത് തന്നാൽ മതി, നമുക്കെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30 ആയിരിക്കും. കണ്ടോ? ഒരൊറ്റ നമുക്ക് 1 2 3 4 5 6 7 8 ആംഗിൾ ഇതിനകത്തിൽ വരയ്ക്കാം അല്ലേ. 8 ആംഗിൾ കിട്ടത്തില്ലേ? ആ 8 എണ്ണത്തിൽ ഒരെണ്ണേ നമുക്ക് തന്നുള്ളായിരുന്നു 30. അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ പറ്റും. കാരണം നോക്കിയേ, ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ. ഓർത്തോണേ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും അത് തന്നെയായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇത്. നോക്ക്, 4 എണ്ണം കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റിൽ തന്നെ പഠിച്ച ലീനിയർ പെയറാണ്. നോക്കി, ഒരു വരയെ മറ്റൊരു വര വന്ന് മുട്ടിയാൽ എത്ര? 180 ആണെന്ന് നമ്മൾ പഠിച്ചു. അത് ഈ 30 ഉണ്ട്. ബാക്കി എത്ര വരും? 150 വരും. 150ഉം 30ഉം ആണ് 180 കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇതാ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 150. ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ. എത്ര? 150. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഇവിടെ 150. നോക്കിയേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ? എളുപ്പം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെ. ഇനി അതിന് വേണ്ടി സമയം കളയണോ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ചോദിക്കാം. നോക്കിയേ, നേരെ ഒരു വര
ഒരു നോക്കിയേ പാരലൽ ലൈന് അല്ലേ, അതിനെ നേരെ പെർപെൻഡിക്കുലർ സ്ട്രെയിറ്റ് താപ്പോട്ട് അടിച്ച് നോക്കിയോ നിങ്ങളെ, അവിടെ നോക്കിക്കേ. അവിടെ എല്ലാം എന്തായിരിക്കും എന്നറിയോ, മട്ടകോണ് കേട്ടോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ, നേരെ താപ്പോട്ടാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും 90, ഇവിടെ എത്രയായിരിക്കും 90, ഇവിടെ എത്രയായിരിക്കും 90, ഇവിടെ എത്രയാ 90, ഇവിടെ എത്രയാ 90 90 90 90. ഓക്കെ, എല്ലായിടവും 90 ആയിരിക്കും. ഇവിടെ 90, 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 ഇവിടെ 90. കണ്ടോ, ആ 8 എണ്ണവും 90 ആയിരിക്കും. എന്തുകൊണ്ടാണ്? പെർപെൻഡിക്കുലറാ, നേരെയാണ്. ഇത് ചരിഞ്ഞാ വന്നേ. ഒരെണ്ണം തന്നാൽ മതി കുഞ്ഞുങ്ങളെ. ഞാൻ ഒന്നും കൂടെ പറയാം ഇനി ആ ഡൗട്ട്. ഓക്കെ, അതിൻ്റെ ഡൗട്ട് അങ്ങ് മാറട്ടെ. ഇതൊരു സമാന്തര വരയാണ് ആണല്ലോ. അതിനെ നോക്കിക്കേ, ഞാൻ ഇങ്ങോട്ട് മുറിച്ച് പോവുകയാണ്. ജസ്റ്റ് ഞാൻ ചുമ്മാതെ ഇവിടെ പറയാണ്, ഇതൊരു 60 ഡിഗ്രിയാണ്. ഈ ഒരെണ്ണം തന്നാൽ നമുക്ക് ഈ 8 എണ്ണം എഴുതാൻ പറ്റും കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ ഒരെണ്ണം തന്നാൽ നമുക്ക് ഇതിൻ്റെ 8 എണ്ണം എഴുതാം. കാരണം ഇവിടെ 60 ആണെങ്കിൽ നോക്കിക്കോണേ, ഇവിടെ എത്രയായിരിക്കും? നമ്മൾ പഠിച്ച ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുട്ടി അല്ലേ. 60 ആണെങ്കിൽ ഇവിടെ എത്ര? 120. കണ്ടോ, 120. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 60. ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 120. 4 എണ്ണം കിട്ടിയേ. ഇനി അതേപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ട് താഴെ. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയോ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. നോക്കിയേ, ഇവിടെ 60, അപ്പോൾ ഇവിടെ 60. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 60. ഇവിടെ എത്ര? 120. അപ്പോൾ ഇവിടെ 120. ഇതിൻ്റെ ഇപ്പുറം എത്ര? 120. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, അടുത്തടുത്ത 2 കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ 180 വരണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. നമ്മൾ ഏതൊരു കണക്കെടുത്തേ നോക്കിയേ. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180. അങ്ങനെയും ചിന്തിക്കണം കേട്ടോ. അടുത്തടുത്ത 2 കോണുകൾ തങ്ങളിൽ കൂട്ടുമ്പോഴും എത്ര വരണം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? 180 വരണം. നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴും 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴും 180. നോക്കിയേ, ഏതൊക്കെ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയപ്പോഴും അവർ 180ലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. നോക്കിയേ, ചെറിയ കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ, ഇത് 60 120 കണ്ടോ. 60 ചെറിയ 60 അപ്പോൾ ഇവിടെ 60. വലുത് 120, വലുത് 120 കേട്ടോ. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. മൈനർ ആംഗിൾ ഹാവ് ദ സെയിം മെഷർ. ലാർജ് അല്ലേ, മേജറായിട്ടുള്ള അല്ലെ വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ശരിയാണ്. ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഇഫ് എ സ്മാൾ ആംഗിൾ ഈസ് ആഡഡ് ടു എ ലാർജ് ആംഗിൾ ഇറ്റ് വിൽ ബി 180 ആയിരിക്കും കേട്ടോ. ഇറ്റ് വിൽ ബി 180. ഇനി അത് പറയണോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? ഞാനതൊന്നും കൂടെ ഒന്ന് പറയണോ? ആ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ആദ്യമായിട്ട് എൻ്റെ മറ്റേ ലിങ്ക് കണ്ടവർക്ക് എളുപ്പമാണ്. ഇനി അഥവാ കിട്ടാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ ഒന്നും കൂടെ പറയാം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. കാരണം നമ്മളൊരു ചാനൽ കാണുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലേ. നോക്കിക്കേ, ഇങ്ങനെ 2 വര വരയ്ക്കുക. വരയുടെ പ്രത്യേകതയൊക്കെ ഞാൻ പറഞ്ഞേ, ഒരുപോലെ ഒരേ അകത്തെ അളവ് ഒരേപോലെ ആയിരിക്കണം. ഓക്കെ, ഒരേപോലെയാണ്. ഇനി അതിനെ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ വെട്ടിയൊരു വര കൊടുക്കുന്നു. കണ്ടോ, വെട്ടിയൊരു വര കൊടുക്കുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ. ഇവിടെ എങ്ങനെയാണ്, ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ് ജസ്റ്റ് ഞാൻ പറയുക, ഇവിടെ എനിക്ക് ഞാൻ 40 തന്നിട്ടുണ്ട്. ബാക്കി 7, മൊത്തം 8 സൈഡാണ്. ബാക്കി 7 സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി, അതിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ. അപ്പോൾ ഇവിടെയും 40 ആയിരിക്കും. അതേ ഇതിൽ തന്നെ നിങ്ങൾ മേപ്പോട്ട് വിട്ടേ, ഇവിടെ 40 ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 40 ആയിരിക്കും. നോക്കിയേ, 4 എണ്ണം ഒറ്റ ഇടിക്ക് കിട്ടി. കണ്ടോ, ഈ വര അതിനെ മുറിച്ച് 40 അതേ മേലിലോട്ട് പോയേ, ഈ വര അതിനെ മുറിച്ചു 40 കിട്ടിയേ. ഇനി നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് നോക്കിയേ, എത്ര വരണം? 180 വരണം അല്ലേ, 180 വരണം. അപ്പോൾ എത്ര? ഇവിടെ 140. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 140. അപ്പോൾ ഇവിടെ 140 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 140. അപ്പോൾ ഇവിടെ എത്രയാ? 140. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? മനസ്സിലായോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനകത്തിലെ ഓരോന്നിനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ പോരെ. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. എന്താണെന്നറിയോ? ഞാനത് വരച്ച് കാണിക്കും. അതായത് ഇപ്പം നമ്മൾ വരച്ച രീതി പോലെ തന്നെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇന്ന അടുത്തോട്ടൊന്നും മാത്രമില്ല. ഓക്കെ, ഇങ്ങനൊരു വര കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനൊരു വര, സംശയമില്ലല്ലോ. നോക്കണേ കുഞ്ഞുങ്ങൾ, ഇനി നമ്മൾ പഠിക്കുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്, ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്താണ്. ഈ കറസ്പോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CORRESPONDING, കറസ്പോണ്ടിങ് ആംഗിൾ. മലയാളം എന്താ അതിൻ്റെ? സമാനമായ കോണുകൾ. സമാന കോണുകൾ.
ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റേ എല്ലാം നമുക്കറിയാം, നല്ലപോലെ അറിയാമല്ലോ. എന്താണ് ഈ സമാന കോണുകൾ? നല്ലപോലെ ഒന്ന് പഠിക്കണം കുഞ്ഞുങ്ങളെ. എന്താണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ? അപ്പം നമുക്കറിയാം ഇവിടെ മൊത്തം 8 ആംഗിൾ ഉണ്ടെന്ന് ഇല്ലേ. നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. 1, 2, ഇവിടെ ഒന്ന് 3, ഇവിടെ ഒന്ന് 4, ഇവിടെ ഒന്ന് 5, ഇവിടെ ഒന്ന് 6, ഇവിടെ ഒന്ന് 7, 8 ആംഗിൾ വരുന്നുണ്ട്. ഇതിനകത്തിൽ ഈ 8 എണ്ണത്തിൽ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ്? പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ഏതൊക്കെയാണ് സമാനമായ കോണുകൾ? സമാനമായ കോണുകൾ അല്ലെ കറസ്പോണ്ടിങ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, 1. ഈ 1ന് സമാനമായ കോണ് ഇതിനകത്തിൽ ഏതാണ്? ഈ 1ന് സമാനമായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആള് ആരാണ്? ഇപ്പം ഇതൊരു ആംഗിൾ 1 എന്ന് എഴുതണം കേട്ടോ. ആംഗിൾ ആണല്ലോ അത്. ആംഗിൾ 1ന് സമാനമായിട്ടുള്ളത് കേട്ടോ, കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഞാൻ സി എന്ന് കൊടുക്കാം, CO എന്ന് കൊടുക്കാം. കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സമാനമായിട്ടുള്ളത് ഞാൻ ജസ്റ്റ് കൊടുക്കട്ടെ. ഏതാവും നിങ്ങളിവിടെ നോക്കിയേ, ഇതുപോലെ ഉള്ളത് ഇതിനകത്തിൽ ഏതാ? നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ എവിടെയെങ്കിലും പിടികിട്ടുന്നുണ്ടോ? അതാണ്ട് ഇത് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെയാണിത് കണ്ടോ. ഇതുപോലെ തന്നെയാണ് ഈ 5. അപ്പം ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആരാ കുഞ്ഞുങ്ങളെ? ആംഗിൾ 5 ആണ്. ചെറുതായിട്ടൊക്കെ പിടികിട്ടുന്നില്ലേ? ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ സമാനമായ കോണ് ആംഗിൾ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ നോക്കിയേ, ആംഗിൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ചിലവർക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. ആംഗിൾ 2ന് കറസ്പോണ്ടിങ് ആരാ? ആംഗിൾ 6 അല്ലേ. അതേപോലെ മേളിൽ നോക്കിയേ, മേളിലല്ല ഇയാളും ഇരിക്കുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ 6. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ആംഗിൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാ? ഇതുപോലെയുള്ളത് ആരാ? ആംഗിൾ 8. നോക്കിയേ ഇവിടെ ആംഗിൾ 8. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 3ക്ക് കറസ്പോണ്ടിങ് ആരാണ്? ആംഗിൾ 3ക്ക് കറസ്പോണ്ടിങ് ആംഗിൾ 7. കണ്ടോ, ഇത് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഓക്കെ. നമ്മൾ പഠിക്കുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണ കുഞ്ഞുങ്ങളെ. ഒന്ന് പഠിക്കുമ്പോൾ ഒന്നും മറന്നു പോകരുത് കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമാനമായിട്ടുള്ള, ഒരേപോലെയുള്ള. നമ്മൾ 2 വര വരച്ചു അല്ലേ, അതായത് 2 പാരലൽ ലൈൻ വരച്ചതിനെ ഒരു ലൈൻ മുറിച്ച് കടന്നു. അപ്പം ഇത് സമാന കോണാണ്, അതിനൊരു മാറ്റവും ഇല്ല അല്ലേ, ഇതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിനെ മുറിച്ച് കിടന്നു. അപ്പോൾ നോക്കിയേ, ആംഗിൾ ഇതിന് സമാനമായിട്ട് ഇതിനകത്തിൽ ഏത് വരുന്നു എന്നാ നോക്കിയേ. ആംഗിൾ 1ന് സമാനമായിട്ട് ആംഗിൾ 5 ആണ്, ആംഗിൾ 2ന് 6 ആണ്, ആംഗിൾ 4ന് 8 ആണ്, ആംഗിൾ 3ക്ക് 7 ആണ്. അപ്പം മനസ്സിലായോ? ഇനി ഈ കറസ്പോണ്ടിങ്ങിൽ തന്നെ ഉണ്ടല്ലോ എന്താ, ഇൻറ്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയറും ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്തുള്ളത്, എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ പുറത്തുള്ളത്. നമുക്കിപ്പോൾ നിങ്ങളെ കൂടുതൽ ഇതാക്കുന്നില്ല. കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്ന് ഓക്കെ ആണോ? നമ്മളെല്ലാം വേണ്ട അതെല്ലാം മറന്നേക്കെ. കറസ്പോണ്ടിങ് ഓക്കെ ആണോ എന്ന് വെച്ചാൽ സമാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്താണെന്ന് പഠിക്കാം നിങ്ങൾ. എന്താണ് ആൾട്ടർനേറ്റീവ് ആംഗിൾ? തിരിഞ്ഞു പോവല്ലേ എന്ന് വെച്ചാൽ മറുകോൺ. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് മറുകോൺ അല്ലേ. ആൾട്ടർനേറ്റീവ് ആംഗിൾ. മറ്റേത് എന്താണ്? സമാനമായിട്ടുള്ള സമാന കോൺ. കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ സമാന കോൺ അല്ലേ. ആൾട്ടർനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുകോൺ. ഞാൻ വരയ്ക്കാം, ഇതുപോലെ തന്നെ വരയ്ക്കാം. നമ്മൾ നോക്കിക്കേ, 2 വര വരയ്ക്കുന്നു. ഞാൻ അതിനെ ഇങ്ങോട്ട് മുറിച്ച് കിടക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കാം, മറ്റേത് അങ്ങോട്ടല്ലായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8. നമ്പർ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി നിങ്ങൾ ചോദിക്കേണ്ട 1, 2, ഇവിടെ 3, ഇവിടെ 4 വന്ന് അങ്ങനൊന്നും വിചാരിക്കേണ്ട. പേരെന്തോ ആയിക്കോട്ടെ, സിന്ധു, ബിന്ദു, ചക്കി, ചുക്കു, മിക്കു എന്ത് വേണമെങ്കിലും എഴുതാം. അതേപോലെ ആയിരിക്കണം എന്നാണ് ഇവിടെ സമാന കോൺ അല്ലേ. 1 ഇവിടെ നമ്മൾ പേര് മാറ്റി ബീന.
ബീനയാണ് കേട്ടോ. ബീന എന്ന് പേര് കൊടുത്താൽ അതേപോലെ സമാന കോൺ ഇവിടെ വേറെ ആരാണ്? അതാണ്ട് അതേപോലെ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ. എൻ്റെ അതേ ഇതുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, ആംഗിൾ 5 എന്ന് പറയാം. ആ പേരെന്തോ ആയിക്കോട്ടെ, ഇനി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുത്തു 1 2 3 4 5 6 8 ആംഗിളിൻ്റെ പേര് കൊടുത്തു. നമ്മളിവിടെ പഠിക്കുന്ന ഏതാ? ഇതിനകത്തിലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാണെന്നാണ് പഠിക്കേണ്ടത്. മനസ്സിലാക്കണേ നിങ്ങൾ, ഇതിനകത്തിലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാണെന്നാണ് പഠിക്കേണ്ടത്. നോക്കാം. ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ ഇതിനകത്ത് തന്നെ ഇൻറ്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയറും ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അകക്കോണ്, അകത്തിരിക്കുന്ന കോൺ ഏതൊക്കെയാ? കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അകത്തിരിക്കുന്ന കോൺ ഏതാ നിങ്ങളെ? ഇത് നോക്കിയാൽ ഇത് രണ്ടും തുറന്ന് വെളിയിലോട്ട് അങ്ങോട്ടിരിക്കുക, ഇത് നോക്കിയാൽ തുറന്ന് ഇങ്ങോട്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരാരാ? ഈ 4 എണ്ണം അല്ലേ നിങ്ങളെ അകത്തിരിക്കുന്ന ആംഗിളുകൾ അല്ലേ? നോക്കിയേ, ഇത് 4 എണ്ണം അല്ലേ അകത്തിരിക്കുന്നത്? ആണോ? ആണ് അല്ലേ? സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ലേ? ഇൻറ്റീരിയർ ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6 ഈ 4 എണ്ണവും ഇൻറ്റീരിയർ ആംഗിളാണ്. മുമ്പ് നമ്മൾ പഠിച്ചതും അതുപോലെ. ഇതിനകത്തിലെ ഇൻറ്റീരിയർ ആംഗിൾ ചോദിച്ചാൽ ആംഗിൾ 4, ആംഗിൾ 3, ആംഗിൾ 5, ആംഗിൾ 6 അകത്ത്. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകക്കോണ്, അകത്തുള്ള കോണ്. കറസ്പോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പഠിച്ചത്? സമാന കോണ്, സമാനമായിട്ടുള്ള. ഇപ്പം ഇതിന് ഞാൻ കളർ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 7ാം ക്ലാസ് ആയില്ലേ, ഇപ്പം ഇല്ല കുഞ്ഞു പിള്ളേരോട്ട് കളർ കൊടുത്തൊന്നും ആവശ്യമില്ലാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതുപോലെ ഇതാണ്, ഇതുപോലെ ഇതാണ്, അങ്ങനെ പറയുന്നതാണ് കറസ്പോണ്ടിങ്. ഇനി എന്താണ് ആൾട്ടർനേറ്റീവ് ആംഗിൾ? അതിനകത്ത് നമ്മൾ എന്താ ഇൻറ്റീരിയർ ആംഗിൾ പഠിച്ചു. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്തുള്ള ആംഗിൾ 3 4 5 6 ആംഗിൾ 3, ആംഗിൾ 4 ഈ 4 എണ്ണം എന്താ ഇൻറ്റീരിയർ. അപ്പം എക്സ്റ്റീരിയറോ? പുറംകോണുകളോ? അകംകോണാണ് ഈ 4 എണ്ണം. അപ്പം അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? എക്സ്റ്റീരിയർ പുറംകോണ്, അതാണ് പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ് പുറംകോണ്. ഏതാ? ആംഗിൾ 1 പുറത്തോട്ട് കിടക്കുക, ആംഗിൾ 2 പുറത്തോട്ട് കിടക്കുക, ആംഗിൾ 7 പുറത്ത് കിടക്കുക, ആംഗിൾ 8 പുറത്ത് കിടക്കുക. അപ്പോൾ പുറംകോണും കിട്ടി അല്ലേ? അകംകോണും പുറംകോണും കിട്ടിയില്ലേ നിങ്ങളെ? ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കിട്ടിയല്ലോ. ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ. ഞാൻ ഇനി പറക്കി എഴുതണോ? വേണ്ടല്ലോ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് നോക്കൂ നിങ്ങൾ. ഇവിടുത്തെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത് എന്താ? നമ്മൾ പഠിക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഏതാ? ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. നോക്കിക്കേ, നമുക്ക് ആദ്യം ഇൻറ്റീരിയറിൽ തുടങ്ങാം. നോക്കിക്കേ, ആംഗിൾ 4ൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ആരാണ്? ആംഗിൾ 4ൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ എന്താ? മറുകോൺ. അത് കേൾക്കുമ്പോഴേ ഒരു മറുകോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് ആരാണ്? മറുകോണാണ്. ആൾട്ടർ കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? ആരാണ്? ആംഗിൾ 4ൻ്റെ ആംഗിൾ 5 ആണ് കേട്ടോ. ആൾട്ടർനേറ്റീവ് ആണേ കുഞ്ഞുങ്ങളെ, മറുകോണാണേ. മറ്റേത് സമാനമാണ്, ഇത് മറുകോണാണ്. അപ്പോൾ ആംഗിൾ 4ന് മറുകോൺ ആംഗിൾ 5 ആണ്. അപ്പോൾ ആംഗിൾ 3യുടെ മറുകോൺ ആരാ? ആംഗിൾ 3യുടെ മറുകോൺ ആരാ? ആംഗിൾ 6 എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ പഠിക്കാൻ? ഇത്രയേ ഉള്ളൂ. ഈ പാഠത്തിലെ വലിയ ക്വസ്റ്റ്യനാന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടേക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പം നിങ്ങൾക്ക് എളുപ്പമല്ലേ? നമ്മുടെ ക്ലാസ്, നമ്മുടെ പിള്ളേരല്ലേ, പൊളിയല്ലേ? അടുത്ത നോക്കൂ നിങ്ങളെ. അപ്പോൾ അകത്തെ നമ്മൾ ഈ 4 എണ്ണവും കണ്ടു ആണല്ലോ. ആംഗിൾ 3യുടെ ആൾട്ടർനേറ്റീവ് 6 ആണ്, ആംഗിൾ 4ൻ്റെ ആൾട്ടർനേറ്റീവ് 5 ആണ്. നമ്മൾ പഠിച്ചു അല്ലേ? പഠിച്ചല്ലോ. ഇനി ഇവിടെയും 2 എണ്ണം കിടപ്പുണ്ട്, ഇവിടെയും 2 ഉണ്ട്. അവരെ നമുക്ക് ആൾട്ടർനേറ്റീവ് ആക്കണ്ടേ? അപ്പോൾ എങ്ങനെ എഴുതും? ആംഗിൾ 1ൻ്റെ ആൾട്ടർനേറ്റീവ് ആരാവും നിങ്ങൾ നോക്കി? ആംഗിൾ 1 എക്സ്റ്റീരിയർ ആണ്, വെളിയിൽ കിടക്കുക. അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആരായിരിക്കും? അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആംഗിൾ 8 ആയിരിക്കും കേട്ടോ. ആംഗിൾ 8 നോക്കിക്കേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ? എങ്ങനെ എഴുതാം? ആംഗിൾ 2ന് ആംഗിൾ 7. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? അപ്പം നമ്മൾ ഇതിനെ എന്ത് പറയാം? ഇതിനെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞുകൂടായോ അല്ലേ? എന്ന് വെച്ചാൽ അകത്ത് കിടക്കുന്ന ആൾട്ടർനേറ്റീവ് ആംഗിളാണ്. അകത്ത് കിടക്കുന്ന ആൾട്ടർനേറ്റീവ് ആംഗിളാണ് ഇത് 4 എണ്ണം. വെളിയിൽ കിടക്കുന്ന അതായത് എക്സ്റ്റീരിയർ വെളിയിൽ കിടക്കുന്ന ആംഗിളുകൾ ഏതാണ്? ആംഗിൾ 1ന് ആംഗിൾ 8, ആംഗിൾ 2ന് ആംഗിൾ 7. എളുപ്പമല്ലേ കുഞ്ഞിലെ? ഇത് എക്സ്റ്റീരിയർ കേട്ടോ. ആൾട്ടർനേറ്റീവിൽ എക്സ്റ്റീരിയർ ആംഗിളും ആൾട്ടർനേറ്റീവിൽ ഇൻറ്റീരിയർ ആംഗിളുമാണ്. തിരിഞ്ഞു പോവല്ലേ കേട്ടോ. എളുപ്പമല്ലേ പഠിക്കാൻ? ആണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടോണം. ഇനി നമുക്ക് സമയപരിധി ഇല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഇനി നമുക്ക് അല്ലാതെ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഒരു പരിധി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളോട് ചോദിക്കുകയും നടിങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇസഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ടെസ്റ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട്.
കേട്ടോ. ഈ ഇസഡ് എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും എന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇസഡ് എന്ന് പറയുന്നത് എങ്ങനെ ഒരുപോലെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസഡ് എന്ന് പറയുന്നതിനെ കേട്ടോ, നിങ്ങൾ അതിൻ്റെ വര നേരെ അങ്ങ് കൊടുത്തേ കുഞ്ഞുങ്ങളെ. നോക്കി, ഈ വര നേരെ അങ്ങ് വിട്ടേ എന്നിട്ട് ഇതിനെ ഇങ്ങനെ വിട്ടേ. കണ്ടോ, ആ ഇസഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാലും കൈയും വെച്ച് കൊടുത്തേ. അപ്പോൾ ഇവിടെ എത്രയായോ അതായിരിക്കും ഇവിടെ, ഇവിടെ എത്ര ആണോ അതായിരിക്കും ഇവിടെ, അല്ലേ? ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ, ഇവിടെ എത്രയായിരിക്കും അതായിരിക്കും ഇവിടെ. അതായത് ഈ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ, അല്ലേ? ഇവിടെ എത്രയായിരിക്കും അതായിരിക്കും ഇവിടെ. ഇവിടെ ഇപ്പം 30 ആണെങ്കിൽ ഇവിടെയും 30, ഇവിടെ ഇപ്പോൾ 60 ആണെങ്കിൽ ഇവിടെ 60. മനസ്സിലായോ? അതിൻ്റെ അകത്തേത് രണ്ടും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. നമ്മൾ ആൾട്ടർനേറ്റീവും കറസ്പോണ്ടിങ്ങും മറന്നു പോവല്ലേ കേട്ടോ. അതുപോലെ തന്നെ എം ചോദിക്കാം. ഓക്കെ, എം എന്ന് പറയുന്നത് ഇടും കേട്ടോ. എമ്മിൻ്റെ ഇങ്ങി വരെ വരും. അപ്പോൾ ഇതെല്ലാം എം എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് മുട്ടണം. എന്നിട്ട് ഇങ്ങനെ എം കണ്ടോ. ഈ എമ്മിൻ്റെ അവർ പറയാ ഇവിടെ നിങ്ങൾക്ക് 30 തന്നിട്ടുണ്ട്. അപ്പം ഇവിടേക്കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ പോയിട്ടുണ്ട് കേട്ടോ. പെർപെൻഡിക്കുലർ ടെസ്റ്റിലെയാണ് പെർപെൻഡിക്കുലർ. അപ്പം ഇവിടെ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഗസ് ചെയ്തേ നിങ്ങൾ അവിടെ എത്ര ആയിരിക്കുമെന്ന്. നോക്കിയോ നിങ്ങൾ, ഇവിടെ ഒരു ഇസഡ് അല്ലേ അവിടെ ഫോം ചെയ്തേക്കുന്നത്. നോക്കിയേ, ഇവിടെ ഒരു ഇസഡ് അല്ലേ പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര? 30. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ പറയുക ഇവിടെ എത്ര? 40. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? നോക്കിയേ നിങ്ങൾ, അവിടെ ഒരു ഇസഡ് അല്ലേ ഫോം ചെയ്ത്, അല്ലേ? നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിൽ വെച്ചേ. ഇവിടെ എന്താ? കാരണം ഇവിടെ ഒരു ലംബം അല്ലെ പെർപെൻഡിക്കുലർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ? ഇസഡ്. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 കേട്ടോ. അങ്ങനെയൊക്കെ ക്ലൂ വെച്ച് നിങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ കുറേ തരും കേട്ടോ. ഇനി അതുപോലെ തന്നെ പാരലോഗ്രാമിൻ്റെ പടം തന്നിട്ടുണ്ട്. പാരലോഗ്രാം എന്ന് വെച്ചാൽ എന്താ? സാമാന്തരികം. നോക്കൂ നിങ്ങൾ, ഏതാണ്ട് സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിൾ ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്നതിനെയാണ് ഈ സാമാന്തരികം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കും കേട്ടോ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് 120 തരും, ഇവിടെ 60 തരും. അപ്പം ബാക്കിയുള്ള വശങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഒന്നുമില്ല, പാരലോഗ്രാം ആണോ അല്ലെ സാമാന്തരികമാണോ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് അത് തന്നെയായിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60. അതായത് അടുത്തടുത്ത രണ്ടെണ്ണം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര വരണം? 180 വരണം കേട്ടോ. ആ ക്ലൂ പഠിച്ചു വെച്ചേക്കണേ. പാരലോഗ്രാമിൻ്റെ അടുത്തടുത്ത രണ്ട് ആംഗിളുകൾ തങ്ങളിൽ കൂട്ടി നോക്കുമ്പോൾ എന്ത് വരണം കുഞ്ഞുങ്ങളെ? എന്ത് വരണം? 180 വരണം. നമ്മുടെ ടെസ്റ്റിലൊക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 125 ആണെങ്കിൽ ഇവിടെ 125. അപ്പോൾ ഇവിടെ 55 ആണെങ്കിൽ ഇവിടെ എത്ര? 55 കേട്ടോ. ടെസ്റ്റിൽ നമ്മളിത് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും. അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ ഉണ്ട്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ അത് അങ്ങോട്ട് വേണം എന്നുള്ളവർ കമൻറ്റ് പറ കേട്ടോ. ഇന്ന് ഈ പാർട്ടിൽ ഇത്രയും മതി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്ന് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു നിങ്ങളെ, താങ്ക് യു.